നമസ്കാരം. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖാനുഭവങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവ സ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. ക്രിസ്തുമസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ നിരാശയുടെ കാർമേഘം പടരുമ്പോൾ ദൈവം നമുക്ക് കൂട്ടിനുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്തുമസും. ആരുമില്ലാത്തവർക്ക്, ഹൃദയം തകർന്നവർക്ക്, നിരാശയിൽ കഴിയുന്നവർക്ക്, പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നവർക്ക്, സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്നവർക്ക് ഈ ക്രിസ്തുമസിന് കൊടുക്കാവുന്ന ഏറ്റവും അമൂല്യമായ സമ്മാനം നാം അവർക്ക് തുണയായി ഉണ്ടാവുമെന്ന ആശംസയാണ്. ക്രിസ്തുമസിന് കൈമാറുന്ന മറ്റ് സമ്മാനങ്ങളൊക്കെ ഈ ആശംസയുടെ ഉറപ്പ് മാത്രമാണ്. കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നപ്പോൾ മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. ലോകത്തിന് മുഴുവൻ സമാധാനത്തിന്റെ പ്രത്യാശയുടെയും ആശംസയുമായാണ് യേശു ക്രിസ്തു പിറന്നത്. യേശു ക്രിസ്തുവിന്റെ പാവനമായ പിറവിക്ക് സാക്ഷി വഹിച്ചവളാണ് ഭൂമി. ആ ഭൂമിയിൽ അവിരാമം അസത്യം മനുഷ്യപിറവികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരമമായ അർത്ഥത്തിൽ ഓരോ പിറവിയും ഓരോ തീർപ്പിറവിയാണ്. ഭൂമിയിലെ ഓരോ ജന്മവും ചരിത്ര നിയോഗം പേറുന്നുണ്ട്. സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയുമായാണ് യേശു ക്രിസ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് എല്ലാ മനുഷ്യർക്കും സന്തോഷത്തിന്റെ ദിവസമാണ്. ക്രിസ്തുമസ് മതസൗഹാർദ്ദത്തിന്റെ തിരുനാൾ കൂടെയാണ്. ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഇല്ലാത്തവരെ ഹൃദയ നമ്പങ്ങളെ കൂടെ ഓരോ ക്രിസ്തുമസും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇടയന്മാരുടെ ഇടയനായ കാലിത്തൊഴുത്തിൽ പിറന്ന ആ ദിവസത്തിന്റെ സ്നേഹത്തണലിൽ സമാധാനത്തിന്റെ കുളിർന്ന് പകരാൻ സന്മനസ്സുള്ളവർക്കേ സാധിക്കും. സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ്, സങ്കുച ചിന്തകൾ വെടിഞ്ഞ് ഉണ്ണീശോയെ നമുക്ക് ഹൃദയത്തെ സ്വീകരിക്കാം. മനസ്സിൽ പ്രത്യാശയുടെ നക്ഷത്ര വിളക്കുകൾ തൂക്കി, നന്മയുടെ പുൽക്കോടൊരുക്കി ആഗതമാകുന്ന ക്രിസ്മസിനെ വരവേൽക്കാം. നന്ദി.